നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തീരുവ യുദ്ധം കൊണ്ട് ഇന്ത്യയുടെ നെഞ്ചത്തേക്ക് വന്ന ഡൊണാൾഡ് ട്രംപിന്റെ നെഞ്ചത്തിട്ട് തന്നെ പൊട്ടി. ചൈനയിൽ അമേരിക്കയ്ക്കിട്ട് 8ന്റെ പണി വെച്ച് ട്രംപിനിട്ട് ചെക്ക് വെച്ച് ഇന്ത്യയുടെ നീക്കം. ചൈനയും ഇന്ത്യയും തമ്മിൽ കൈകൊടുത്തിരിക്കുകയാണ്. വൈറ്റ് ഹൌസിൽ കിടന്നലറുകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്ക ഭയന്നത് എന്താണോ അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ലോകക്രമം മാറുന്നു. ഇന്ത്യ ചൈന റഷ്യ ബെൽറ്റ് ഉടലെടുത്തിരിക്കുന്നു. ഇന്ത്യയുമായുള്ള ഈ തീരുവ യുദ്ധം തീക്കളിയാണ്. ട്രംപ് അത് അവസാനിപ്പിക്കണമെന്ന് പലതവണ പല വിദഗ്ധരും ട്രംപിന് മുന്നറിയിപ്പ് കൊടുത്തതാണ്. എന്നാൽ അതൊന്നും കേൾക്കാതെ ഇന്ത്യക്കെതിരായ തീരുവ യുദ്ധം തീക്കളിയാണെന്നും ഇത് എത്രയും പെട്ടെന്ന് ഡൊണാൾഡ് ട്രംപ് അവസാനിപ്പിക്കണമെന്നും വിദഗ്ധർ ഉൾപ്പെടെ മുന്നറിയിപ്പ് കൊടുത്തതാണ്. എന്നാൽ അതൊന്നും കേൾക്കാതെ വീണ്ടും ഇന്ത്യയെ തുടരെ ആക്രമിക്കാൻ തുനിഞ്ഞിറങ്ങിയ ട്രംപിന് ഇതിലും വലിയ അടി കിട്ടാനില്ല. ഇന്ത്യയും ചൈനയും എതിരാളികളല്ലെന്നും വികസന പങ്കാളികളാണെന്നും നല്ല അയൽബന്ധം തുടരേണ്ടത് അനിവാര്യമാണെന്നും ഇരു നേതാക്കളും കൈകൊടുത്തുകൊണ്ട് പറഞ്ഞത്. ഇതാണ് ഇപ്പോൾ അമേരിക്കയുടെ തല തെറിപ്പിച്ചിരിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറരുതെന്നും നല്ല നയതന്ത്ര ബന്ധം ഉണ്ടാകണമെന്നും മോദിയും ഷിയും ആവർത്തിച്ചുറപ്പിച്ചതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഷാങ്ഹായ് ഉച്ചകോടിക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് ഇരു നേതാക്കളും പരസ്പര സഹകരണത്തിന്റെ അനിവാര്യത വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങളും സുഹൃത്തുക്കളായിരിക്കേണ്ടത് ശരിയായ തീരുമാനമാണെന്ന് ഷീ ജിൻപിങ് പറഞ്ഞു. ഇന്ത്യ ചൈന ബന്ധം ദീർഘകാലം നിലനിർത്തുമെന്ന നിർണായക തീരുമാനത്തിലാണ് കൂടിക്കാഴ്ച പിരിഞ്ഞത്. ഇതാണ് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകുന്നത്. റഷ്യ ചൈന ബെൽറ്റിൽ ഒരു കാലത്തും ഇന്ത്യ എത്തരുത് എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ പരമാവധി ഇന്ത്യയെ ചേർത്ത് നിർത്തുന്ന നിലപാടായിരുന്നു ട്രംപ് ആദ്യ തവണ അധികാരത്തിൽ വന്നപ്പോഴും രണ്ടാം തവണ അധികാരത്തിൽ വന്നപ്പോൾ തുടക്കത്തിലും ആ നയം തന്നെയാണ് സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് ട്രംപിന് ഈഗോ കയറിയിട്ട് ഇന്ത്യക്ക് നേരെ കൊലവിളിയായിരുന്നു. താരിഫ് യുദ്ധം ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു ചെയ്തത്. അധിക നികുതിയുടെ അധിക ഭാരം ഇന്ത്യക്ക് മേൽ കെട്ടിവെച്ച് ഇന്ത്യയെ അങ്ങ് താറടിക്കാമെന്നായിരുന്നു അമേരിക്ക കരുതിയത്. എന്നാൽ അമേരിക്കയുടെ ഒരു നീക്കങ്ങൾക്കും മുൻപിൽ വഴങ്ങാതെ ഇന്ത്യ ശക്തമായി നിലനിന്നു. അങ്ങനെ റഷ്യ ചൈന ബെൽറ്റിലേക്ക് ഇന്ത്യ എത്തുകയാണ്. പുടിൻ ഇരു രാജ്യങ്ങളും തമ്മിൽ കൈകൊടുത്തത് കൈയടിച്ച് പാസാക്കിയിരിക്കുകയുമാണ്. ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ നേതാക്കളുടെ ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. 2024 കസാനിൽ നടന്ന മോദിയും ഷിയും തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉഭയകക്ഷി ബന്ധങ്ങളിൽ ഉണ്ടായ ഗുണപരമായ മുന്നേറ്റത്തെയും സുസ്ഥിരമായ പുരോഗതിയെയും ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. പരസ്പര ബഹുമാനം, പരസ്പര താൽപര്യങ്ങൾ, പരസ്പരം വികാരങ്ങൾ മാനിക്കൽ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും ചൈനയും അവരുടെ 280 കോടി ജനങ്ങളും തമ്മിലുള്ള സ്ഥിരമായ ബന്ധവും സഹകരണവും ഇരു രാജ്യങ്ങളുടെയും വളർച്ചയ്ക്കും വികസനത്തിനും അത്യന്താപേക്ഷിതമാണ്. കൂടാതെ 21ാം നൂറ്റാണ്ടിന്റെ പ്രവണതകൾക്ക് അനുയോജ്യമായ ബഹുധ്രുവ ലോകത്തിനും ബഹുധ്രുവ ഏഷ്യയ്ക്കും ഇത് ആവശ്യമാണ് എന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ജനങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്താനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്തം രണ്ട് രാജ്യങ്ങൾക്കുമുണ്ട്. തന്ത്രപരവും ദൂരവ്യാപകവുമായ വീക്ഷണത്തിലൂടെ ഇരു രാജ്യങ്ങളും പരസ്പര ബന്ധത്തെ സമീപിക്കണം. അതിലൂടെ സുസ്ഥിരതയും ഉറച്ചതും സുസ്ഥിരതയുള്ളതുമായ മുന്നേറ്റം ഉഭയകക്ഷി ബന്ധത്തിൽ കൊണ്ടുവരാനാകും. ഇന്ത്യയും ചൈനയും സഹകരിച്ച് മുന്നോട്ടു പോകേണ്ട പങ്കാളികളാണ്, ശത്രുക്കളല്ല. പരസ്പരം ഭീഷണി ഉയർത്താതെ രണ്ട് രാജ്യങ്ങളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന തരത്തിലായിരിക്കണം ഇന്ത്യ ചൈന ബന്ധമെന്നും ഷീ പറഞ്ഞു. ഇന്ത്യ ചൈന ബന്ധം ശുഭകരമായ ദിശയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. അതിർത്തിയിൽ സ്ഥിരതയും സമാധാനവും ഉണ്ടായി എന്നും കൈലാസ് മാൻസരോവർ യാത്ര പുനരാരംഭിച്ചുവെന്നും മോദി വ്യക്തമാക്കി. കസാനിൽ നമ്മൾ ഫലപ്രദമായ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള വിമാന സർവീസ് തുടങ്ങും. നമ്മുടെ രാജ്യങ്ങളുടെ സഹകരണത്തിലൂടെ 280 കോടി ജനങ്ങളുടെ താൽപര്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് മാനവരാശിക്ക് ആവശ്യമാണെന്നും ചർച്ചയുടെ ആമുഖമായി മോദി പറഞ്ഞു. പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നാം പ്രതിജ്ഞാബദ്ധരാണെന്നും ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചതിനും ചർച്ചയ്ക്കും നന്ദിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള സംഭാഷണവും ഇരു നേതാക്കളും തമ്മിൽ ഉണ്ടായി എന്നാണ് വിവരങ്ങൾ. ഉഭയകക്ഷി ബന്ധങ്ങളുടെ തുടർച്ചയായ വികസനത്തിന് അതിർത്തി പ്രദേശങ്ങളിലെ സമാധാനവും ശാന്തതയും പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞതായും വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു.
കഴിഞ്ഞ വർഷത്തെ വിജയകരമായ സൈനിക പിന്മാറ്റവും അതിനുശേഷം അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിർത്തുന്നതും ഇരു നേതാക്കളും സംതൃപ്തിയോടെ വിലയിരുത്തി. അതിർത്തി പ്രശ്നത്തിന് ന്യായവും യുക്തിസഹവും പരസ്പരം സ്വീകാര്യവുമായ ഒരു പരിഹാരത്തിന് ഇരു നേതാക്കളും പ്രതിബദ്ധത പ്രകടിപ്പിച്ചു. ഈ മാസം ആദ്യം നടന്ന ചർച്ചകളിൽ 2 പ്രത്യേക പ്രതിനിധികൾ എടുത്ത സുപ്രധാന തീരുമാനങ്ങളെ അംഗീകരിക്കുകയും അവരുടെ ശ്രമങ്ങൾക്ക് തുടർന്നും പിന്തുണ നൽകാൻ സമ്മതിക്കുകയും ചെയ്തതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കൈലാസ് മാനസരോവർ യാത്രയും ടൂറിസ്റ്റ് വിസയും പുനരാരംഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നേരിട്ടുള്ള വിമാന സർവീസുകളുടെയും വിസ നടപടികൾ ലഘൂകരിക്കുന്നതിലൂടെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഇരു നേതാക്കളും ചൂണ്ടിക്കാട്ടി. ഇന്ത്യയും ചൈനയും തന്ത്രപരമായ സ്വയംഭരണാധികാരം പിന്തുടരുന്നുവെന്നും തങ്ങളുടെ ബന്ധങ്ങളെ ഒരു മൂന്നാം രാജ്യത്തിന്റെ കണ്ണിലൂടെ കാണരുതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബഹുമുഖ വേദികളിൽ ഭീകരവാദം, ന്യായമായ വ്യാപാരം തുടങ്ങിയ ഉഭയകക്ഷി, പ്രാദേശിക, ആഗോള വിഷയങ്ങളിലും വെല്ലുവിളികളിലും പൊതുവായ ധാരണകൾ വികസിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ദൃഢമാകുന്നു എന്നുള്ളതിന്റെ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. 2026-ൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് അദ്ദേഹം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷണത്തിന് പ്രസിഡന്റ് ഷീ ജിൻപിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. യുഎസിന്റെ തീരുവ യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിർണായകമായിരുന്നു മോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച. ഇതോടെ അടപ്പ് തെറിച്ചിരിക്കുകയാണ് അമേരിക്കയ്ക്ക്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.